മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. വീഡിയോയും ചോദ്യപേപ്പറും ഹാജരാക്കാൻ തിങ്കളാഴ്ച വരെ സമയം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുവരെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതിയായിട്ടുള്ള MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത്. അത് നിലവിൽ ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വീഡിയോയും ചോദ്യപേപ്പറും ഹാജരാക്കാനായിട്ടുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ അതിന് സമയം നൽകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു പ്രതിഭാഗം ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് ഈ വീഡിയോയും ചോദ്യപേപ്പറും കണ്ടതിന് ശേഷം മാത്രമേ തനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കൂ എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വരെ പ്രതിഭാഗത്തിന് ഹൈക്കോടതി സമയം നൽകിയിരിക്കുകയാണ് ഈ വീഡിയോയും ചോദ്യപേപ്പറും ഹാജരാക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നേരത്തെ അനുവദിച്ചിട്ടുള്ള അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് തുടരുകയും ചെയ്യും. തന്റെ ഭാഗത്ത് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല, സാധ്യതാ ചോദ്യപേപ്പറുകൾ മാത്രമാണ് പുറത്തുവിട്ടതെന്നുള്ള ഒരു വാദഗതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷുഹൈബ് ഹൈക്കോടതി സമീപിച്ചത്. നേരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള നീക്കം. എന്തായാലും നിലവിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്, ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച വരെ കാലാവധി ഉണ്ടാകും. അന്ന് തന്നെ ഹൈക്കോടതി ഈ വീഡിയോയും ചോദ്യപേപ്പറും ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.